Hi students, welcome to the new course on construction materials and engineering. Today we are dealing with the raw materials used and composition, manufacturing methods and characteristics of clay products and Indian standard specifications on it. First of all, we'll study about clays. As we know, clay occurs plenty in nature. Clay എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറിൽ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ്. It's a distinct product of chemical weathering of igneous rocks. നമുക്കറിയുന്ന ഒരു കാര്യമാണ് കെമിക്കൽ വെതറിംഗ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്രൊഡക്റ്റ് ആണ് ക്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലേ എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സ് എന്ന് ഫോം ചെയ്യുന്ന ഒന്നാണ് നമുക്ക് മനസ്സിലായി. അത് കെമിക്കൽ വെതറിംഗ് എന്നുള്ള പ്രോസസ് കൊണ്ട് ഫോം ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. ഇനി ദി ഫെൽസ്പാർ ഈസ് പ്രിഡോമിനന്റ് ഇൻ ഇഗ്നിയസ് റോക്ക്. ഫെൽസ്പാർ എന്ന് പറഞ്ഞ ഒരു ധാതുവാണ്, അതാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഇനി വൺ ഓഫ് ദ വെറൈറ്റീസ് ഓഫ് ഫെൽസ്പാർ ഈസ് ഓർത്തോക്ലേസ് ഫെൽസ്പാർ. ശ്രദ്ധിക്കുക, ക്ലേയിൽ അടങ്ങിയിരിക്കുന്ന കുറച്ചും കൂടെ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഓർത്തോക്ലേസ് ഫെൽസ്പാർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. കെമിക്കൽ വെതറിംഗ് ഓഫ് ഇഗ്നിയസ് റോക്സ്, അതുപോലെ ഫെൽസ്പാർ പ്രിഡോമിനന്റ് ആണ്. അതിന്റെ വെറൈറ്റി ആയി ഓർത്തോക്ലേസ് ഫെൽസ്പാർ ആണ് പ്രിഡോമിനന്റ് ആയിട്ട് കൂടുതലുള്ളത്. അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റിഷ് ആണ്, ഗ്രേയിഷ് ആണ്, അല്ലെങ്കിൽ പിങ്കിഷ് ആണ്. Then the rocks disintegrates easily if orthoclase feldspar is in abundance in the structure. ശ്രദ്ധിക്കുക, നമ്മുടെ റോക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിൽ ക്ലേ അടങ്ങിയിട്ടുണ്ട്, ബിക്കോസ് അതിൽ ഓർത്തോക്ലേസ് ഫെൽസ്പാർ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി thus the orthoclase feldspar is mainly responsible for the production of clays in nature. അപ്പോൾ നമ്മുടെ നേച്ചറിൽ ക്ലേയുടെ പ്രൊഡക്ഷന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഓർത്തോക്ലേസ് ഫെൽസ്പാർ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ this mineral on decomposition gives kaolinite which is free from iron oxide and manganese. ഈ ഓർത്തോക്ലേസ് ഫെൽസ്പാർ എന്ന് പറഞ്ഞ ധാതു ഡികമ്പോഷന്റെ ഭാഗമായിട്ട് എന്ത് കിട്ടും? കൗലിനൈറ്റ് എന്ന് പറഞ്ഞ ഒരു വസ്തു കിട്ടും, which is free from iron oxide and alkalis എന്നുള്ളതാണ്. നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. The term kaolin is used to indicate the product having composition of poor kaolinite. നമ്മൾ കൗലിനൈറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കൗലിനൈറ്റിന്റെ കുറച്ച് പ്യുവർ ഫോമിനെ നമ്മൾ കൗലിൻ എന്ന് പറഞ്ഞത്. പ്യുവർ കൗലിനൈറ്റിനെ കൗലിൻ എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. In kaolin, the alumina and the silica compounds are held in a colloidal state, and these compounds form the basic constituents of old clays. ഇത്രയൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു കെമിക്കൽ വെതറിംഗ് കാരണമാണ് ഇഗ്നിയസ് റോക്സിന്റെ കെമിക്കൽ വെതറിംഗ് കൊണ്ടുള്ള കാരണമാണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്ലേ ഫോം ചെയ്യുന്നത്. ക്ലേയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് പറഞ്ഞാൽ ധാതു എന്നുള്ള ഫെൽസ്പാർ ആണ്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഏതാണ്? ഓർത്തോക്ലേസ് ഫെൽസ്പാർ ആണ്. ഈ ഓർത്തോക്ലേസ് ഫെൽസ്പാറിന്റെ ഡികമ്പോസിഷൻ കൊണ്ട് നമുക്ക് എന്ത് രൂപം കൊള്ളും? എന്താ രൂപം കൊള്ളുന്നത്? കൗലിനൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ചും കൂടെ പ്യുവർ ഫോം നമ്മൾ കൗലിൻ എന്ന് പറയും. ഈ കൗലിൻ എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന രൂപങ്ങൾ എന്താണ്? അലുമിനിയം സിലിക്കയാണ്. അപ്പോ ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലേ എന്ന് പറഞ്ഞാൽ അലുമിനിയയുടെയും സിലിക്കയുടെയും ഒരു രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതും കൊളോയിഡൽ സ്റ്റേറ്റ്. ഓക്കെ, ഏത് സ്റ്റേറ്റ്? കൊളോയിഡൽ സ്റ്റേറ്റ്. ശ്രദ്ധിക്കുക, അടുത്തത് in addition to the various other minerals such as silicates of calcium, magnesium, iron oxide, അതുപോലെ മാംഗനീസ്, ക്രോമിയം, ഇത്തരത്തിലുള്ള സംഭവങ്ങളും അഡീഷണൽ ആയിട്ട് ഏതിലുണ്ടാവും? ക്ലേയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. Then the clay when made wet with water possesses high degree of tenacity and plasticity. നല്ലൊരു ഗ്രിപ്പിംഗ്, അതായത് നമ്മുടെ വെള്ളത്തിന്റെ ഒപ്പം നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടെനാസിറ്റി, അതുപോലെ പ്ലാസ്റ്റിസിറ്റി, അതിനെ മോൾഡ് ചെയ്യാനുള്ള ഒരു പവർ, മോൾഡ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്നിവയൊക്കെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ക്ലേ കൊണ്ട് പല രൂപങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടൈൽസ്, ബ്രിക്ക് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇത് ഡ്രൈ ചെയ്ത് ബേൺ ചെയ്താൽ, ഇഫ് ഇറ്റ് ഇസ് ഡ്രൈഡ് ആൻഡ് ബേൺഡ്, നമുക്ക് എന്ത് ചെയ്യും? പല രൂപത്തിലുള്ള പ്രൊഡക്ട്സ്, ഇൻഡസ്ട്രിയൽ എന്താ പറയുക, സാധ്യതകളുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷനിൽ, ക്ലേ പ്രൊഡക്ട്സിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ക്ലേ കണ്ടെയ്ൻസ് വാട്ടർ ഇൻ 2 ഫോംസ്. ക്ലേ എന്ന് പറഞ്ഞാൽ 2 ഫോംസ് ഓഫ് വാട്ടർ ഉള്ളത്. ഫ്രീ വാട്ടർ ഉണ്ട്, കമ്പൈൻഡ് വാട്ടർ ഉണ്ട്. ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മക്കളെ അതിന്റെ പേര് നോക്കിയാൽ ഫ്രീ. ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡ്രൈ ചെയ്യുമ്പോൾ അത് ഫ്രീ ആയിട്ട് അങ്ങ് പോകും, അല്ലെ? ഇനി കെമിക്കലി കമ്പൈൻഡ് വാട്ടർ അല്ലെങ്കിൽ കമ്പൈൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഡ്രൈ ചെയ്യുമ്പോൾ പോവില്ല. അത് എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ മാത്രമേ പോകൂ, അല്ലെ? നിശ്ചിത ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ചൂടാക്കണം എന്നുള്ളതാണ്. At this stage the chemical changes occurs among the constituents of clay. ഈ സമയത്ത് അതിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുകയും പുതിയ പ്രൊഡക്ട്സ് രൂപം കൊള്ളുകയും ചെയ്യുന്നു. ആ പുതിയ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത എന്താണ്? അവ വളരെ ഹാർഡായിരിക്കും.
ഓക്കെ അല്ലേ? അപ്പോൾ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ വളരെ ഹാർഡായ പ്രൊഡക്റ്റ് കിട്ടും. ഇനി വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, ഒരു സർട്ടേൺ ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചറിന് അപ്പുറം ക്ലേനെ ചൂടാക്കിയാൽ വളരെ സോഫ്റ്റ് ആയതും അതുപോലെ ഷേപ്പ് ലോസ് ആയതുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ ക്ലേയുടെ ക്വാളിറ്റി ആണെന്നുള്ളൊരു പോയിന്റ് ആണ് പറയുന്നത്. ഇനി ക്ലേ പ്രൊഡക്ട്സിന് ഡിഫറെന്റ് ഫോംസ് ആണ്. ടൈൽസ്, ടെറാക്കോട്ട, എർത്തൺ വെയർ, സ്റ്റോൺ വെയർ, പോഴ്സലൈൻ ആൻഡ് ബ്രിക്സ്. ഇതൊക്കെ ടൈല് കൊണ്ട്, അതായത് ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന പല പ്രൊഡക്റ്റുകളാണ്. നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ടൈലും ബ്രിക്കും മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കുന്നത് ടൈൽസിന്റെ മാനുഫാക്ചർ ആണ്, എങ്ങനെ ടൈൽ ഉണ്ടാക്കാമെന്ന്. ടൈൽ അതായത് പ്യുവർ ക്ലേ ടൈൽ, ഇത് വിട്രിഫൈഡ് ടൈലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗ്ലേസ്ഡ് ടൈലോ അതുപോലെ നമ്മുടെ പോഴ്സലൈൻ ടൈലോ ഒന്നല്ല, പ്യുവർ ആയ ക്ലേ ടൈൽ. അതൊക്കെ ക്ലേ ടൈലിൽ ചെറിയ ചെറിയ മറ്റ് സാധനങ്ങളൊക്കെ, മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. പ്യുവർ ആയ ക്ലേ ടൈൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതൊക്കെ പല ടൈപ്പ് ആട്ടോ. ഇതൊക്കെ ഇതൊരു എന്താ പറയുന്നത്, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഒരു റൂഫിംഗ് ടൈലാണ്. അതുപോലെ ഇത് ടെറാക്കോട്ട പറയും, ഇത് എർത്തൺ വെയർ ആണ്, ഇതൊരു സ്റ്റോൺ വെയർ, ഇത് പോഴ്സലൈൻ ആണ്, ഇത് ബ്രിക്സ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ടൈൽസ്. ബേൺഡ് ക്ലേ യൂണിറ്റ്സ് ആണ്, ഞാൻ പറഞ്ഞു ബേൺഡ് ക്ലേ യൂണിറ്റ്സ് ആണ്, ചൂടാക്കിയിട്ടാണ് ക്ലേ യൂണിറ്റ്സ്, ബേൺഡ് ക്ലേ യൂണിറ്റ്സ് വിച്ച് സ്മോളർ തിക്നെസ് ദാൻ ബ്രിക്ക്, ബ്രിക്കിനെക്കാളും തിക്നെസ് കുറവാണ്. ഉപയോഗിക്കുന്നത് ഫ്ലോറിംഗ്, റൂഫിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, വാൾ കവറിങ്, നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ളതാണ് ടൈല്. ഇതൊരു നമുക്കെല്ലാം അറിയാം, ഇതൊരു റൂഫ് ടൈലാണ്. ഇത് മാംഗ്ലൂർ ടൈൽ എന്ന് പറയും. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. നമ്മുടെ ഓടിട്ട വീടായാലും ഇനി വാർപ്പിട്ട വീട്ടിലാണെങ്കിൽ അതിന്റെ മുകളിലായിട്ടൊക്കെ സ്റ്റൈലിനൊക്കെ വെച്ച് കൊടുക്കുന്ന സാധനമാണ് എന്ത് മാംഗ്ലൂർ ടൈൽ എന്ന് പറഞ്ഞത്. ഇതൊരു റൂഫ് ടൈലാണ്. ഇനി ഇതുപോലെയുള്ള ടൈലാണ് ഹൗ ടു പ്രിപ്പയർ. ഇങ്ങനെയുള്ള ടൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, ദെൻ കംസ് മോൾഡിങ്, ദെൻ കംസ് ഡ്രൈയിങ്, ദെൻ കംസ് ബേണിങ്. ഇങ്ങനെ 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. നമ്മൾ ഇനി അടുത്ത സ്ലൈഡ് തൊട്ടിട്ട് ഈ ഓരോ സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറഞ്ഞാൽ സെലക്ടഡ് ക്ലേ ഈസ് ടേക്കൺ ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രീ ഫ്രം എനി ഇംപ്യൂരിറ്റീസ് സച്ച് ആസ് പെബിൾസ്. ഏതായാലും ഏത് റോ മെറ്റീരിയൽ ആയാലും നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ അതിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം റിമൂവ് ചെയ്തു. അതാണ് സച്ച് ആസ് പെബിൾസ് എന്ന ചെറിയ ചെറിയ കല്ലുകളാണ്, അതൊക്കെ റിമൂവ് ചെയ്തു. എനി ഇംപ്യൂരിറ്റീസ്. ഇനി അടുത്തത് അത് പ്രസ് ചെയ്ത് അതിനെ ഫൈൻ പൗഡറിലേക്ക് മാറ്റുകയാണ്. അതിൽ പഗ് മിൽസ് എന്നൊരു എക്യുപ്മെന്റ്സ്. ഇതൊരു പഗ് മിൽസിന്റെ ചിത്രമാണ്. ഇത് ഈ ഒരു ആക്സിസിലും അതുപോലെ ഈ ഒരു ആക്സിസിലും ഇതിന്റെ റൊട്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ പാത്രത്തിലൂടെ, ഇതൊരു പാത്രമാണ് നിങ്ങൾ വിചാരിച്ചാൽ, ഇതിലേക്കൂടി ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ക്ലേ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പഗ് മിൽസിന് സാധിക്കും. ഇത് പല പരീക്ഷണം ചോദിച്ചിട്ടുണ്ട്. ദ ക്ലേ ഈസ് പ്രസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഫൈൻ പൗഡർ ആക്കുന്നത് ഏത് മില്ലിലാണ്? പഗ് മില്ലാണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി ടൈൽ വേണമെങ്കിൽ ഒരു ചെറിയ പ്രക്രിയയാണ് പറഞ്ഞത്. സുപ്പീരിയർ ക്വാളിറ്റി ടൈൽ വേണമെങ്കിൽ ഒരു വലിയ ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്യുവർ വാട്ടർ ആഡ് ചെയ്യണം. പൗഡേർഡ് ക്ലേയും പ്യുവർ വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ദെൻ അതിന് നമ്മൾ ഊറാൻ വേണ്ടി വെക്കുക. അത് ഊറിയിട്ട് നല്ല ഹെവി ആയ പാർട്ടിക്കിൾസ് അടിയിൽ സെറ്റിൽ ആവുകയും അതിൽ ഫൈനർ പാർട്ടിക്കിൾ മുകളിൽ സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതിൽ മുകളിലുള്ള പാർട്ടിക്കിൾസ്, ഫൈൻ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ടാങ്കിലേക്ക് മാറ്റും. ഓക്കെ. എന്നിട്ട് വാട്ടർ ഡ്രൈ ചെയ്തതിനു ശേഷം ആ ഫൈനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. അത് സുപ്പീരിയർ ക്വാളിറ്റി കിട്ടാനാണ്. അത് സുപ്പീരിയർ ക്വാളിറ്റി ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് പഗ് മിൽസ് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കൊടുക്കാവുന്നതാണ്. സുപ്പീരിയർ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി മോൾഡിംഗ് എന്നുള്ളതാണ്. മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തലാണ്. ഏത് തരത്തിലേക്ക് രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. അത് നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കറിയാം കുടം ഉണ്ടാക്കുന്ന പ്രോസസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് പോട്ടർ വീൽ എന്ന് പറഞ്ഞൊരു വീൽ, റൊട്ടേറ്റിംഗ് വീൽ ഉണ്ടാവും. അതിൽ ക്ലേ വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലേനെ പല രൂപത്തിലോട്ട് മാറ്റുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള ടൈല്, അല്ലെങ്കിൽ സെമീസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ടൈലൊക്കെ ഉണ്ട്. അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് പോട്ടർ വീൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മെക്കാനിക്കൽ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വുഡൻ മോൾഡുകൾ ഉപയോഗിക്കാം. ഈ മോൾഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിസൈഡ് ഷേപ്പിലേക്ക് നമുക്ക് ഈ ക്ലേനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോൾഡിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ വുഡൻ മോൾഡൊക്കെയാണ് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ വെൽ സീസൺഡ് ടിമ്പർ ഒക്കെ വേണം. എന്താണ് വെൽ സീസൺഡ് ടിമ്പർ എന്നൊക്കെ പറഞ്ഞാൽ? നല്ല മോയ്സ്ചറൊക്കെ ഇല്ലാത്ത 0% മോയ്സ്ചറൊക്കെ ഉള്ള ടിമ്പർ ഉപയോഗിച്ചിട്ട് വേണം വുഡൻ മോൾഡുകൾ ഉണ്ടാക്കാമെന്നുള്ളതാണ്.
അതിനുശേഷം ക്ലേ എന്ത് ചെയ്യണം പ്രസ് ചെയ്യുക മോൾഡിൽ. അതിനുശേഷം ഡ്രൈയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ദ കെയർ ഷുഡ് ബി ടേക്കൺ ടു പ്രിസർവ് ദ ഷേപ്പ് ഓഫ് ടൈൽ ഡ്യൂറിങ് ദ റിമൂവൽ ഓഫ് മോൾഡ്. നല്ല അറ്റ്മോസ്റ്റ് കെയറോട് കൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ അതിന്റെ ഷേപ്പ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഒരു യൂണിഫോം സെക്ഷൻ ഇല്ലാത്ത ടൈലാണെങ്കിൽ അത് വുഡൻ മോൾഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. യൂണിഫോം സെക്ഷൻ ഇല്ലാത്ത ടൈലുകൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് നമുക്ക് അതിന്റെ മോൾഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും ലൈറ്റ് ആയിട്ട്. ഒരേ സെക്ഷനാണ് നമുക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വുഡൻ മോൾഡ് ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോഴെല്ലാം മെഷീൻ മോൾഡ് ആണ്, അതിൽ മെക്കാനിക്കൽ മീൻസിലാണ്. അതാണ് മൂന്നാമത്തെ പറഞ്ഞത്. ആൻഡ് ദ ക്ലേ ഈസ് പ്രസ്ഡ് ഇൻ ടു സച്ച് മെഷീൻസ് ടു ഗെറ്റ് ടൈൽസ് ഓഫ് ഡിസൈഡ് സെക്ഷൻ. ഏത് സെക്ഷനും ഏത് ഷേപ്പിലാണ് വേണ്ടതനുസരിച്ച് നമുക്ക് മെഷീനിൽ പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ദിസ് മെത്തേഡ് ഓഫ് മോൾഡിംഗ് ഈസ് അഡോപ്റ്റഡ് ഫോർ ടൈൽസ് ഹാവിംഗ് എ യൂണിഫോം സെക്ഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത്. ഒരേ സാധനമാണെങ്കിൽ ഇപ്പം ഒരു നമ്മുടെ പത്രമൊക്കെ അച്ചടിക്കുന്നത് അതുപോലെ അടിച്ചടിച്ച് വരുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടൈൽ ഇങ്ങനെ അച്ചിലിങ്ങനെ ഒരേ സൈസിൽ ഇങ്ങനെ പുറത്തോട്ട് വരുന്നത്, അത് മെക്കാനിക്കൽ മീൻസ് ആണ്. അതുപോലെ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫൈൻ വയർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. കട്ട് ചെയ്യാൻ വേണ്ടി ഫൈൻ വയർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം. വയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്ത് പറഞ്ഞത് മോൾഡിംഗ് ഓഫ് ടൈൽസിൽ പറഞ്ഞത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഡ്രൈയിങ് ആണ്. മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ കഴിഞ്ഞ് മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു കൂന ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പുതിയ രീതിയിലുള്ള മോൾഡിംഗ് ഒക്കെ ഡ്രൈയിങ് ആണ്. ഇതിന് മുന്നേ കൂനകളാക്കിയിട്ട് ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് 2 ദിവസമാണ്. ഓക്കെ, ദ ഇറഗുലാരിറ്റി ഡ്യൂ ടു വാർപ്പിംഗ് ഈസ് കറക്റ്റഡ് വിത്ത് ഫ്ലാറ്റ്. എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ 2 ദിവസത്തിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്യും. അതിനുശേഷം അതിൽ ലിഫ്റ്റ് ചെയ്ത് അത് എടുത്ത് അതിൽ ഹാൻഡ് ഹാർഡ് ആയിട്ടുണ്ടാവും 2 ദിവസം കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക. അതിനുശേഷം ഷെയ്ഡിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കീപ്പ് ചെയ്യുന്നു, ഷെയ്ഡിൽ ഡ്രൈ ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ദിവസത്തിന് ശേഷം ഷെയ്ഡിൽ ഡ്രൈ ചെയ്യും. ഓക്കെ, അതിനുശേഷം ഈ ഷെയ്ഡിൽ എന്തിനാ ഡ്രൈ ചെയ്യുന്നത്, നമ്മൾ സൂര്യനിലോ അല്ലെങ്കിൽ എന്താ പറയുക സണ്ണിലോ ചൂടിലോ അല്ലെങ്കിൽ മഴയിലോ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മഴയിലോ പ്രവർത്തിക്കുമ്പോൾ അതിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വാർപ്പിംഗ് ക്രാക്കിംഗ് ഒക്കെ വരാൻ വേണ്ടി ചാൻസ്, അടർന്നു പോകാനോ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്ത് പോകാനൊക്കെ ചാൻസ്. അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷെയ്ഡിൽ ഡ്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഫ്രീ വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. ശ്രദ്ധിക്കുക, പറയാൻ വിട്ടുപോയി. ആദ്യം 2 ദിവസം, അതിനുശേഷം ഷെയ്ഡിൽ 2 ദിവസം, ടോട്ടൽ 4 ദിവസമാണ് ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രോസസ്സായ ബേണിംഗ് ആണ്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നുള്ളതാണ്. അത് കിൻസ് അത് ഒരു അടുപ്പ് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ദേ ആർ ബേൺഡ് കിൻസ്. ഇവിടെ ടിപ്പിക്കലായ ഒരു കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സിയാൽകോട്ട് കിൻ എന്നാണ്. സിയാൽകോട്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലത്തെ ഒരു പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ നാമധേയത്തിലാണ് സിയാൽകോട്ട് കിൻ എന്നുള്ള പേര് വന്നത്. ഈ സിയാൽകോട്ട് കിന്നിൽ ഏകദേശം 30,000 തൊട്ട് 40,000 ടൈൽ വരെ ഒരു അറ്റ സ്ട്രെച്ച് ചൂടാക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഷേപ്പ് സർക്കുലർ ഷേപ്പ് ആണ്. ഇതിന്റെ പ്ലാൻ ആണ്, നമുക്കറിയാം പ്ലാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്. അതിനൊരു ഷെഡ് ഉണ്ട്, കറക്റ്റ് ഒരു ഷെഡ് ഉണ്ട്. The burning is affected by firing wood placed inside this flues. നമുക്കറിയാം ഇതിൽ ഒരുപാട് അടുപ്പുകളുണ്ട് അല്ലെ, ഇതിന്റെ സെക്ഷൻ ആണ്, നടുക്ക കട്ട് ചെയ്തതിന്റെ സെക്ഷൻ ആണിത്. ഒരുപാട് അടുപ്പുകൾ, 1 2 3 4 അടുപ്പുകളിലായിട്ടാണ് കത്തിക്കുക. ഓക്കെ, ഇവിടെ വിറക് അല്ലെങ്കിൽ ഫ്യൂവൽ ഇട്ടിട്ട് കത്തിക്കും. ഇത് ഹൊറിസോണ്ടലി നിങ്ങൾ 3 dimension ആയിട്ട് ആലോചിക്കണം. ഈ ഫ്ലൂ അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അടുപ്പാന്ന് ആലോചിച്ചാൽ നിങ്ങൾ അതിനുശേഷം എന്ത് ചെയ്യുക, കത്തിക്കുക. അപ്പോൾ വുഡ് പ്ലേസ്ഡ് ഇൻ ദിസ് ഫ്ലൂസ് എന്നാണ്. ഈ ഫ്ലൂസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വുഡ് പ്ലേസ് ചെയ്യുന്നത്. ദ ബ്രിക്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓപ്പൺ സ്പേസ് ആർ ലെഫ്റ്റ് ഇൻ ബിറ്റ്വീൻ ദം. ഇതിന്റെ ഇടയിലായിട്ട് ഓപ്പൺ സ്പേസുകൾ ഉണ്ടാവും അല്ലെ, ഈ ഫ്ലൂസിന്റെ ഇടയിലായിട്ട് ഓപ്പൺ സ്പേസുകൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രിക്ക് പ്ലേസ് ചെയ്യണം. ഈ ബ്രിക്ക് ഇവിടെ ബ്രിക്ക് പ്ലേസ് ചെയ്യുക, ഇവിടെ ബ്രിക്ക് പ്ലേസ് ചെയ്യുക. ഇതാ ഈ വേക്കൻറ്റ് സ്പേസിലൊക്കെ ബ്രിക്ക് പ്ലേസ് ചെയ്യുക, ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ബ്രിക്കിന്റെ മുകളിലായിട്ട് ടൈല് 1 by 1 ആയിട്ട് വെക്കുക. ഇത് മൊത്തം ഈ ബ്രിക്കിന്റെ മുകളിലായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലൂവിന്റെ വേക്കൻറ്റ് സ്പേസിൽ ടൈൽ ബ്രിക്ക് പ്ലേസ് ചെയ്തു, അതിന്റെ മുകളിലായിട്ട് ടൈൽ പ്ലേസ് ചെയ്യുക ലെയർ ആയിട്ട്. 30,000 തൊട്ട് 40,000 വരെ ടൈൽ പ്ലേസ് ചെയ്യാൻ പറ്റും. The top of the kin is covered with a layer of old tiles placed in loose condition. ഏറ്റവും മുകളിലായിട്ട്
ഓൾഡ് ടൈൽ വെച്ചിട്ട് ലൂസ് ആയിട്ടുള്ള ഓൾഡ് ടൈൽ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യും. അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൽ ഹീറ്റ് റെഗുലേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഹീറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക, ഈ ഓരോ ഫ്ലൂസിന്റെ ഓപ്പണിങ്ങിനും ഡോർവേസ് ഒക്കെ ഉണ്ടാവും. അതെങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതൊക്കെ മാഷ് പറഞ്ഞുതരാം. അതുപോലെ ഇതിന്റെ ലോവർ ഡയമീറ്റർ 3.6 ആണെന്ന് മനസ്സിലാക്കി വെക്കുക, മേലത്തെ ഡയമീറ്റർ 3 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ ഫയർ ഇസ് ജെന്റിൽ ഇൻ ദ വിങ്. ആദ്യം ഫയർ വളരെ ചെറിയ ഫയറേ ഉണ്ടാവും. അതിനുശേഷം ആ ഫയറിൽ മോയ്സ്ചർ ഒക്കെ റിമൂവ് ആവും. പിന്നെ അത് 800 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. 800 ഡിഗ്രി കഴിഞ്ഞു. ഇനി മെല്ലെ സ്ലോ ഡൗൺ ചെയ്യുക. 6 മണിക്കൂർ സ്ലോ ഡൗൺ ചെയ്യുക. വീണ്ടും 1300 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരിക. അത് വൈറ്റ് ഹീറ്റ് ആണ് 1300. നമ്മളൊക്കെ ഇതുവരെ ജീവിതത്തിൽ പോലും കണ്ടിട്ടുണ്ടാവും. ആ വെള്ള ഹീറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 3 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ആലോചിക്കണം അത്രമാത്രം ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. The process of slackening the fire for 6 hours and then raising the temperature, repeat it. Slackening എന്നാണ്. ഇനി ഈ 3 hours കഴിഞ്ഞ ശേഷം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വീണ്ടും അതിനെ തണുപ്പിക്കുക 6 മണിക്കൂർ. എഗെയിൻ വൈറ്റ് ഹീറ്റിലേക്ക് 1300 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുക. അതിനുശേഷം ആ വൈറ്റ് ഹീറ്റ് 4 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ എത്ര ചെയ്തത്? ഈ ഒരു പ്രോസസ് 3 മണിക്കൂറാണ് ചെയ്തത്. ഇവിടെ 4 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യുക. Finally, the flues are filled with fuel and the doorways are closed by brickwork in mud. ചൂട് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൂസ് ഒക്കെ ഡോർവേസ് വെച്ച് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു നോക്കുക, ഇതൊക്കെ ക്ലോസ് ചെയ്യും. ഇതെല്ലാം ക്ലോസ് ചെയ്യണം. ഇതൊക്കെ ആലോചിച്ച് നോക്കി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ പ്രോസസ്സൊക്കെ കഴിയണമെങ്കിൽ അതിനുശേഷം കൂളിംഗ് ആണ്. ഓക്കെ, 72 മണിക്കൂർ ഈ ഒരു പ്രോസസ്സിന് എടുക്കുന്നത്. ഇത് വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഒരു വലിയ എമൗണ്ട് ഓഫ് എന്താ പറയേണ്ടത്, ഫ്യൂവൽ ലോസ്റ്റ് ആയി, ഒരുപാട് ടൈം എടുത്തു. അതുപോലെ ദ ടൈൽസ് ആർ ടേക്കൺ ഔട്ട് ഓഫ് ദ കിൻ. ദ അണ്ടർ ബേൺഡ് ടൈൽ, നെക്സ്റ്റ് ടൈല് പുറത്തേക്ക് എടുക്കുക. ദ അണ്ടർ ബേൺഡ് ടൈൽസ് ആർ സോർട്ടഡ് ഔട്ട് ആൻഡ് ദേ ആർ പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കിൻ ദ സബ്സിക്വന്റ് ബേണിംഗ് ഓഫ് ടൈൽസ്. അതിനുശേഷം അണ്ടർ ബേൺഡ് ആയ ടൈൽസ് കിന്നിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വെക്കുക. എന്നിട്ട് അപ്പോൾ വീണ്ടും നല്ലൊരു ചൂട് കിട്ടുന്നതായിരിക്കും. എ ന്യൂ ഓട്ടോമാറ്റിക് പ്രോസസ് നോൺ ആസ് സിംഗിൾ ഫയറിംഗ് ടെക്നോളജി എന്ന പ്രോസസ്. ഈ സിംഗിൾ ഫയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ 72 മണിക്കൂറാണ്. സിംഗിൾ ഫയറിംഗ് ടെക്നോളജി ജസ്റ്റ് 1 hour നമുക്ക് ഇതേ മെത്തേഡ് കിട്ടും. ഫ്യൂൽ കൺസംഷൻ കുറവ്, ടൈം ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജി ഉണ്ട് പറയാം. ദി ന്യൂ ടെക്നോളജി ഹാസ് ഇൻക്രീസ് ദ ക്വാളിറ്റി, ഡിസൈൻ ആൻഡ് വെർസറ്റിലിറ്റി ഓഫ് ടൈൽസ് ആൻഡ് ദസ് എ ന്യൂ ചാപ്റ്റർ ഓഫ് ഡിസ്കവറി ഹാസ് ഓപ്പൺഡ് ഇൻ ദ സെറാമിക് ഇൻഡസ്ട്രി. അതൊരു പുതിയ ടെക്നോളജി കൊണ്ട് ഉണ്ടായ ഡെവലപ്മെന്റ്സ് ഒക്കെയാണ് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഫ്യൂൽ കൺസംഷൻ കുറക്കാൻ വേണ്ടി പറ്റി, അതുപോലെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. നമ്മൾ എന്ത് പഠിച്ചു? ടൈൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പഠിച്ചു. ആ ടെമ്പറേച്ചർ ക്രമീകരണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആ ചിത്രവും പഠിച്ചിരിക്കണം. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് ടൈൽ. ഒരു ഗുഡ് ടൈലിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ക്രാക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ അതിലുള്ള ഫാൾട്ടുകൾ ഒരു തരത്തിലുള്ള ഫാൾട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫാൾട്ട് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ബെൻസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഫാൾസ് അല്ലെങ്കിൽ ബെൻസ്, ഇത്തരത്തിൽ എന്താ പറയുക, വളവ് ചെരിവൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ദെൻ റെഗുലർ ഷേപ്പ് ആൻഡ് സൈസ് ആയിരിക്കണം. ദെൻ ഹാർഡ് ആൻഡ് നല്ല സൗണ്ട്, ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കണം. വെൽ ബേൺഡ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു റിങ്ങിങ് സൗണ്ട് വെൻ സ്ട്രക്ക്. രണ്ട് ടൈല് സ്ട്രക്ക് ചെയ്ത് നോക്കിയാൽ ഒരു റിങ്ങിങ് സൗണ്ട്, ഒരു മുഴക്കം ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ലൈറ്റ് ഹാമർ ഉപയോഗിച്ച് ടച്ച് ചെയ്ത് നോക്കിയാലും അതേ സൗണ്ട്, മുഴക്കം കിട്ടണം. അതുപോലെ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇവിടെ ഫ്ലോറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്ലോറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ ഈവൻ ആൻഡ് കോമ്പാക്ട് സ്ട്രക്ചർ. അതുപോലെ അത് പൊട്ടിക്കുകയാണെങ്കിൽ നല്ല ഈവൻ ആയ കോമ്പാക്റ്റ് ആയ ഒരു സ്ട്രക്ചർ, നല്ലൊരു സ്ട്രക്ചർ അതിന് കിട്ടണം. പൊട്ടിയ കഷ്ണത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. അതുപോലെ യൂണിഫോം കളർ ത്രൂ ഔട്ട് ദ എന്താ പറയണേ എന്ന് പറഞ്ഞത്, ഒരു യൂണിഫോം കളർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് ടൈൽ. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈൽസിന്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിനുശേഷം ടൈൽസ് ഉണ്ടാക്കുന്ന 4 പ്രോസസ്സുകളെ, സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ടൈലുകളെ കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇതിന്റെ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടുതരാം. ഓക്കെ.